ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പവിഴപ്പാമ്പ് എന്ന പാമ്പിനെ പറ്റിയാണ്. ലോകത്ത് ആകെ 77 ഇനങ്ങളാണ് ഉള്ളത്. അതിൽ 5 ഇനം ഇന്ത്യയിൽ കാണപ്പെടുന്നു. എഴുത്താണി മൂർഖൻ, ഇരുളൻ പവിഴപ്പാമ്പ്, എഴുത്താണി വളയൻ എന്നീ 3 ഇനങ്ങൾ കേരളത്തിൽ കാണപ്പെടുന്നു. 1/2 മീറ്ററോളം മാത്രം നീളമുള്ള നീണ്ട ചെറിയ ഇനം വിഷപ്പാമ്പാണ് പവിഴപ്പാമ്പ്. തവിട്ട് നിറത്തിലുള്ള ശരീരവും കറുത്ത തലയും വാലിൻ്റെ അറ്റത്തുള്ള കറുത്ത വളയവും വാലിനടിയിലുള്ള പിങ്ക് നിറവും പവിഴപ്പാമ്പിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അടയാളങ്ങളാണ്. കാട്ടുപ്രദേശങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ജീവിക്കാൻ ഇവയ്ക്ക് പ്രയാസമില്ല. എണ്ണത്തിൽ കുറവായതിനാൽ കുറവ് മാത്രമേ ഇവയെ പുറമേക്ക് കാണുകയുള്ളൂ. ഇളകിയ മണ്ണിനടിയിലോ ചവറുകൾക്കിടയിലോ ഒളിച്ചിരിക്കാനാണ് ഇവയ്ക്ക് കൂടുതൽ താല്പര്യം. ഈ പാമ്പിനെ ഉപദ്രവിച്ചാൽ വാലിൻ്റെ അറ്റത്തുള്ള പിങ്ക് നിറം കാട്ടി പേടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അപകടം കണ്ടാൽ മിക്കപ്പോഴും ഇഴഞ്ഞ് രക്ഷപ്പെടുകയാണ് ഇവയുടെ പതിവ്. വിഷമുണ്ടെങ്കിലും അപൂർവമായി ഇവ കടിക്കാറുള്ളൂ. പവിഴപ്പാമ്പുകളിൽ ചില ഇനങ്ങൾ വൃക്ഷങ്ങളിലും കാണാൻ കഴിയും. ഇവ മാംസാഹാരികളാണ്. ഈ പാമ്പുകളുടെ പ്രധാന ആഹാരം ചെറുപാമ്പുകൾ, പല്ലികൾ, തവളകൾ, ചെറുപക്ഷികൾ, മുട്ടകൾ എന്നിവയാണ്. ഈ പാമ്പുകൾ ഇരയെ കടിച്ച് വിഷം കുത്തിവെച്ച് നിശ്ചലമാക്കിയതിന് ശേഷം വിഴുങ്ങുന്നു. പവിഴപ്പാമ്പുകൾ മുട്ടയിടുന്ന ജീവികളാണ്. പെൺപാമ്പ് 2 മുതൽ 10 വരെ മുട്ടകൾ ഇടുന്നു. അതിൻ്റെ മുട്ടകൾ 45 മുതൽ 70 ദിവസങ്ങൾക്കുള്ളിൽ പൊട്ടുന്നു. കുഞ്ഞു പാമ്പുകൾ പൂർണ്ണമായും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിവുള്ളവരായിരിക്കും. പവിഴപ്പാമ്പുകൾ കൂടുതലായി രാത്രികാല ജീവികളാണ്. പകൽ മണ്ണിനടിയിലോ ഇലക്കൂട്ടത്തിലോ ഒളിച്ചു കിടക്കും. രാത്രി വേട്ടയ്ക്കായി പുറത്തു വരുന്നു. പവിഴപ്പാമ്പിൻ്റെ വിഷം നാഡീവിഷമാണ്. മനുഷ്യർക്ക് അപകടകാരിയാണെങ്കിലും ഇവയുടെ കടി വളരെ അപൂർവം മാത്രമേ സംഭവിക്കാറുള്ളൂ. പവിഴപ്പാമ്പുകളുടെ ശരീരത്തിൽ ചുവപ്പ്, മഞ്ഞ, കറുപ്പ് നിറങ്ങൾ മാറി മാറി കാണപ്പെടുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പവിഴപ്പാമ്പുകൾ സാധാരണയായി 7 മുതൽ 10 വർഷം വരെ ജീവിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. Subscribe, like, share.